2012 മാർച്ച് മാസം തിരുവനന്തപുരത്തെ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് 15 വയസ്സുള്ള ആര്യ തൻ്റെ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചു വരുന്നത്. 1996 മാർച്ച് 26 ആര്യ ജനിക്കുന്നത്. ആര്യ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആര്യയുടെ അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോവും, വൈകുന്നേരമാണ് ആ വീട്ടിലേക്ക് തിരികെ വരിക. 2012 10ാം ക്ലാസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആര്യയ്ക്ക് മാർച്ച് 1 തീയതി സ്റ്റഡി ലീവ് ആരംഭിക്കുകയാണ്, ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. മാർച്ച് 12 ഫൈനൽ എക്സാം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം മാർച്ച് 6, 2012, അതായത് സ്റ്റഡി ലീവ് ആരംഭിച്ചിട്ട് 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പതിവ് പോലെ ആര്യയുടെ മാതാപിതാക്കളാവട്ടെ രാവിലെ തന്നെ ജോലിക്ക് പോവുകയും ചെയ്തു. ശേഷം മണിക്കൂറുകൾ മുന്നോട്ട് പോകുന്നു. സമയം ഈവനിങ് 5 മണി കഴിഞ്ഞു. മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് പോയ ആര്യയുടെ അമ്മ തിരികെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീടിൻ്റെ വാതിൽ അടച്ച നിലയിലാണ് ആ അമ്മ കണ്ടത്. വെളിയിൽ നിന്നുകൊണ്ട് തന്നെ ആ അമ്മ മകളുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് വിളിക്കാനായി തുടങ്ങി, ആര്യ വാതിൽ തുറക്കുക എന്ന്. പക്ഷെ എത്രയൊക്കെ വിളിച്ചിട്ടും ആര്യ വാതിൽ തുറക്കുന്നില്ല. ഈ സമയം അവർ വീടിൻ്റെ വാതിൽ തള്ളി നോക്കുകയോ തുറക്കാനായിട്ട് ശ്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് വീടിൻ്റെ വെളിയിൽ നിന്ന് മകളെ വിളിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ് അവൾ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വരാത്തത് എന്ന് വിചാരിച്ചിട്ട് ആ അമ്മ വാതിൽ തള്ളി നോക്കിയപ്പോൾ വാതിൽ പതിയെ തുറന്നു. വീട്ടിനകത്തേക്ക് കയറിയ ആ അമ്മ കണ്ട കാഴ്ച, ആ വീടിൻ്റെ ഹാളിൽ നിലത്ത് വീണ് കിടക്കുന്ന ആര്യയാണ് കണ്ടത്. ആര്യയുടെ കഴുത്തിൽ ഒരു ഷാൾ ഇങ്ങനെ ടൈറ്റാക്കി മുറുക്കി വെച്ചിട്ടുമുണ്ട്. താൻ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ മകൾ ഇതേപോലെ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് സഹിക്കാനായി കഴിഞ്ഞില്ല. അവർ നിലവിളിച്ച് കരയാനായി തുടങ്ങി. ആ നിലവിളി കേട്ട് അവിടെ ചുറ്റുമുള്ള നാട്ടുകാരെല്ലാവരും ആ വീട്ടിലേക്ക് ഓടി വരികയും ചെയ്തു. ആ വീട്ടിലേക്ക് ഓടിക്കൂടിയ ആളുകൾ നിലത്ത് വീണ് കിടക്കുന്ന ആര്യയെ നോക്കി നിന്നു. ഇങ്ങനെ നോക്കി നിന്നതിൽ ചിലർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി, ആര്യയുടെ ശരീരത്ത് ജീവനില്ല എന്ന്. കാരണം ആര്യയുടെ നാക്കെല്ലാം തന്നെ വെളിയിലേക്ക് നല്ല രീതിയിൽ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ലാതെ അവിടെ കൂടി നിന്നതിലെ ഒരാൾ ആര്യയുടെ പൾസ് ചെക്ക് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ആര്യയുടെ ശരീരത്തിൽ ജീവനില്ല, അതുമാത്രമല്ലാതെ ശരീരം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് എന്ന്. ശേഷം അവിടെ കൂടി നിൽക്കുന്നതിൽ ഒരാൾ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇതേപോലെ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നുണ്ട് എന്ന്. വളരെ വേഗത്തിൽ പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാർ ഉടനെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ എല്ലാം തന്നെ പിരിഞ്ഞു പോകാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഭാഗമെല്ലാം തന്നെ സെക്യൂർ ചെയ്തു വെച്ചു. എന്നിട്ട് ലഭിക്കാവുന്ന തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചു. ആര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൽ ഈ പെൺകുട്ടി അമ്മയുമായിട്ട് വഴക്കിട്ടിട്ട് ഒരു പക്ഷേ ജീവൻ സ്വയം അവസാനിപ്പിച്ചതാണോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ കുട്ടി കിടക്കുന്നത് കാണുമ്പോഴൊന്നും ഇതിൻ്റെ യാതൊരു സൂചനയും ഇല്ല എങ്കിലും അങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവിടെയുള്ള നാട്ടുകാരും ആര്യയുടെ മാതാപിതാക്കളും എല്ലാവരും വല്ലാതെ പേടിച്ച് വിറച്ചു പോയി. യഥാർത്ഥത്തിൽ ആ ദിവസം ആര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? 2012 കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആര്യയുടെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന ആ ഒരു ഷാളില്ലേ, ആ ഷാൾ പതിയെ മാറ്റി നോക്കിയ സമയത്താണ് ആര്യയുടെ അമ്മ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ആര്യയുടെ കഴുത്തിൽ 1 പവനിൽ കൂടുതൽ ഉള്ള മാല ഉണ്ടായിരുന്നു, ആ ഒരു മാല കാണാനില്ല. അതുമാത്രമല്ലാതെ ആര്യയുടെ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരം ഉണ്ടായിരുന്നു, അതും കാണാനില്ല. ഈ ഒരു കാര്യം അവർ പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ പോലീസുകാർ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, മോഷണ ശ്രമത്തിനിടെ ആരോ ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതാണ് എന്ന്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ അധികം വൈകാതെ ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സി ചെയ്യാനായിട്ട് ആ ബോഡി അയച്ചു കൊടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെല്ലാം തന്നെ നിരവധി പാടുകളുണ്ട്. അത് മാത്രമല്ലാതെ ഈ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൻ്റെ ഭാഗമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുറിവുകളുണ്ട്. പ്രൈവറ്റ് പാർട്ടിൻ്റെ ഭാഗത്ത് മുറിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ആരോ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് വളരെ വ്യക്തമായി. അത് മാത്രമല്ലാതെ ഈ പറയുന്ന ആ ഭാഗത്ത് നിന്നും ഒരു DNA, മറ്റൊരാളുടെ DNA കൂടെ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പുരുഷൻ്റെ DNA ആയിരുന്നു. ഈ ഒരു DNA ആണ് പോലീസുകാർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഏക തെളിവ്. തുടർന്ന് ആര്യയുടെ കേസിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പുതിയൊരു ടീമിനെ തന്നെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഫോം ചെയ്യുകയാണ്. അങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടർ അശോകിൻ്റെ നേതൃത്വത്തിൽ ആ ടീം കേസ് അന്വേഷണം ആരംഭിച്ചു. ഈ പറയുന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ട് അവർ അന്വേഷിക്കുകയാണ്. ആര്യയുടെ വീടിൻ്റെ ചുറ്റുമുള്ള വീടുകളെല്ലാം തന്നെ അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി, ആ ഏരിയയിലുള്ള ആളുകളെല്ലാം തന്നെ പാവപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും കൂലി തൊഴിലാളികളാണ്. രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്ന ആളുകളാണ്.
ഇതുകൊണ്ട് തന്നെ ആ ദിവസം പകൽ സമയത്ത് ആ വീടുകളിലൊന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അതെ, അവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത് ഞങ്ങൾ ആരെയും കണ്ടില്ല, ആ ദിവസം ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു എന്നാണ്. ഓക്കെ, ആ ചുറ്റുവട്ടത്തുള്ള മുതിർന്നവരാരും ആ ദിവസം അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആര്യയെ പോലെ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസ്, ഏതെങ്കിലും കുട്ടികൾ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്ന് പോലീസുകാർ അന്വേഷിക്കുകയാണ്. ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ കുട്ടികളോടും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുകയാണ്. പോലീസുകാർ ഇങ്ങനെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യയുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ മാറിയിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന +1 പഠിക്കുന്ന വിദ്യ എന്ന പേരുള്ള പെൺകുട്ടി പോലീസിൻ്റെ അരികിലേക്കായിട്ട് വന്നു. എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു, ആ ദിവസം എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടിയാണ് ഞാൻ വീട്ടിലേക്ക് നടന്നു വരുന്നത്. ഇങ്ങനെ ഞാൻ നടന്നു വരുന്ന സമയത്ത് ആര്യയുടെ വീട്ടിന് മുന്നിലായിട്ട് രാജമ്മ എന്ന പേരിലൊരു ഓട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഓട്ടോയുടെ ഫ്രണ്ട് ടയർ ചാല് പോലുള്ളൊരു ഭാഗത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ ഓട്ടോ ഡ്രൈവർ എന്നോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, എൻ്റെ ടയർ ഇങ്ങനെ ജസ്റ്റ് കുരുങ്ങി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാനിത് നോക്കാൻ വേണ്ടിയിട്ട് ഓട്ടോയ്ക്ക് അരികിൽ പോയപ്പോൾ അവിടെ ആര്യയും ഉണ്ടായിരുന്നു. ആര്യ ഈ ഓട്ടോ ഡ്രൈവറെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനും ആര്യയും ചേർന്ന് കുടുങ്ങി കിടക്കുന്ന ടയറിൻ്റെ ഭാഗം എടുത്തു കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു പോവുകയും ചെയ്തു. ഇതാണ് ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു കൊടുത്തത്. വിദ്യ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തതുപോലെ ആ ഏരിയയിൽ തന്നെ താമസിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പോലീസുകാരോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവൻ സൈക്കിൾ ചവിട്ടിയിട്ട് ആര്യയുടെ വീട്ടിന് മുന്നിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വിദ്യയും ആര്യയും ചേർന്ന് ഈ പറയുന്ന ഓട്ടോയുടെ ടയർ പൊക്കാനായിട്ട് സഹായിക്കുന്നത് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. വിദ്യയും ഈ പറയുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയും ഓട്ടോയും ഓട്ടോ ഡ്രൈവറെയും കണ്ടുവെങ്കിലും ആ ഓട്ടോയുടെ നമ്പർ ഒന്നും രണ്ടുപേരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ലാതെ രാജമ്മ എന്നാണ് ആ ഓട്ടോയുടെ പേര്. ഇത് മാത്രമാണ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. സോ പോലീസുകാർ രാജമ്മ എന്ന് പേര് എഴുതിയിട്ടുള്ള ഓട്ടോ ആരാണ് ഓടിക്കുന്നതെന്ന് പൊതുവെ ഒന്ന് അന്വേഷിക്കുകയാണ്. ഒട്ടുമിക്ക ഓട്ടോ സ്റ്റാൻഡിലും പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അത് മാത്രമല്ലാതെ രാജമ്മ എന്ന പേരിൽ നിരവധി ഓട്ടോകൾ ഉണ്ട് എന്നും പോലീസുകാർക്ക് മനസ്സിലായി. അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രണവ് എന്ന പേരിലുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസുകാരോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന വ്യക്തി തൻ്റെ മകനെയും ഭാര്യയെയും കൂട്ടിയിട്ട് ആര്യയുടെ വീട്ടിനരികിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ആ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ചയോടുകൂടി ആ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോയ പ്രണവ് കുറച്ച് സമയത്തിന് ശേഷം ആ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ പ്രണവിൻ്റെ അമ്മയോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യയുടെ വീട്ടിൽ നിന്നും ഒരു കരയുന്ന നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എന്നാണ് ഈ പയ്യൻ സ്വന്തം അമ്മയോട് വന്ന് പറഞ്ഞത്. എന്നാൽ ഇത് കേട്ടപ്പോൾ ഈ പയ്യൻ്റെ അമ്മ പറയുന്നതോ അതൊരു പക്ഷേ അവളുടെ അമ്മ ആരെങ്കിലും ചിലപ്പോൾ അവളെ തല്ലിയിട്ടുണ്ടാവും, അതിൻ്റെ വിഷമത്തിൽ കരയുന്ന ശബ്ദമായിരിക്കും നീ കേട്ടിട്ടുണ്ടാവുക എന്ന രീതിയിൽ പറഞ്ഞിട്ട് അത് കാര്യമാക്കാതെ എടുത്തു. ശേഷം അവരവരുടെ ബന്ധുവീട്ടിൽ നിന്നും തിരികെ അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ അവർ വല്ലാതെ അങ്ങ് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, ആ സമയത്തൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആര്യ ജീവനോടെ ഉണ്ടാവുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ശേഷം പ്രണവിനോട് പോലീസുകാർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രണവ് പറഞ്ഞത് ആ ഓട്ടോയിൽ ഇത്തരത്തിൽ രാജമ്മ എന്ന പേര് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ ആ ഓട്ടോയിൽ ജീസസിൻ്റെയും മാതാവിൻ്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു. KL01AF എന്ന് തുടങ്ങുന്ന ഒരു നമ്പറാണ് ആ വണ്ടിയുടെ നമ്പർ എന്ന് കൂടെ പ്രണവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പ്രണവ് ഈ പറയുന്ന ഓട്ടോയും ഓട്ടോയിലെ കാര്യങ്ങളും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആര്യയെയോ അതല്ലെങ്കിൽ ഓട്ടോയിൽ വന്ന ഓട്ടോ ഡ്രൈവറെയോ പ്രണവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ ഈ പറയുന്ന ശബ്ദം, കരയുന്ന ശബ്ദം മാത്രമാണ് വീട്ടിനുള്ളിൽ നിന്നും കേട്ടത്. രാജമ്മ എന്ന് പേരുള്ള ഓട്ടോയിൽ വന്ന ഓട്ടോ ഡ്രൈവറെ നേരിട്ട് കണ്ടിരിക്കുന്നത് +1 വിദ്യാർത്ഥിയായിട്ടുള്ള വിദ്യ മാത്രമാണ്. അതുകൊണ്ട് പോലീസുകാർ വീണ്ടും വിദ്യയ്ക്ക് അരികിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ ദിവസം ഈ പറയുന്ന ഓട്ടോ ഡ്രൈവർ എന്ത് വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്, അതുമാത്രമല്ലാതെ അയാളുടെ രീതി എങ്ങനെയാണ്, അയാളുടെ ഷേപ്പ് എങ്ങനെയാണ് എന്നെല്ലാം തന്നെ ചോദിച്ചിട്ട് ഒരു സ്കെച്ച് തയ്യാറാക്കുകയാണ്. ഈ പറയുന്ന സ്കെച്ച് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇങ്ങനൊരു സംശയം തോന്നിയിട്ടുണ്ടാവാം. ഈ പറയുന്ന ആര്യയുടെ ശരീരത്തിൽ നിന്നും ഒരു പുരുഷൻ്റെ DNA ലഭിച്ചു എന്ന് പറഞ്ഞില്ലേ, രാജമ്മ എന്ന പേരിലുള്ള ഓട്ടോ ഉള്ള എല്ലാവരെയും പിടിച്ചിട്ട് അതിലെ ഡ്രൈവർമാരെല്ലാവരുടെയും DNA ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ എന്നെല്ലാം തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു DNA പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് ലേറ്റായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. പെട്ടെന്നൊന്നും ഇതിൻ്റെ റിസൾട്ട് ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള മാർഗ്ഗങ്ങളെല്ലാം തന്നെ പോലീസുകാർ സ്വീകരിക്കുന്നത്. എന്തായാലും വിദ്യ പറഞ്ഞതനുസരിച്ച് പോലീസുകാർ ഒരു സ്കെച്ച് തയ്യാറാക്കിയില്ലേ, ഈ പറയുന്ന സ്കെച്ച് അവിടെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെല്ലാം തന്നെ പോയി കാണിക്കുകയാണ്. ചില ആളുകൾ അവനുമായിട്ട് സാമ്യമുണ്ടല്ലോ, ഇത് അവനാണല്ലോ എന്ന രീതിയിൽ ഈ സ്കെച്ച് കണ്ടപ്പോൾ സംസാരിക്കാനായി തുടങ്ങി. അങ്ങനെ പോലീസുകാർ അതാരാണ്, നിങ്ങൾ ആരെയാണ് സംശയിക്കുന്നതെന്ന് അന്വേഷിച്ച് വന്നപ്പോൾ അവസാനം പോലീസുകാർ ആളെ കണ്ടെത്തി. കൊല്ലപ്പെട്ട ആര്യയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ തൊട്ടടുത്ത ഏരിയയിൽ ശാന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. ഇവരെ വിവാഹം കഴിച്ചിരിക്കുന്നത് രാജേഷ് കുമാർ എന്ന പേരിലുള്ള ഒരാളാണ്. അയാളും ഒരു ഓട്ടോ ഡ്രൈവറാണ്. പോലീസുകാർ രാജേഷിൻ്റെ ഭാര്യ വീട്ടിൽ പോയിട്ട് അയാളെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു. ശേഷം അയാളെ കോൺടാക്ട് ചെയ്തിട്ട് അയാളോട് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞു.
ഒന്നും അറിയാത്തതുപോലെ രാജേഷ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ആര്യയുടെ മരണത്തെക്കുറിച്ച് പോലീസുകാർ രാജേഷിനോട് വളരെ സാധാരണമായ രീതിയിൽ ചോദിച്ചു. നീ ആ സമയത്ത് ആ കുട്ടിയുടെ വീട്ടിന് മുന്നിൽ ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടി നിന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിനുശേഷം എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. ഇയാൾ പോലീസുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിദ്യയെ, +1 പഠിക്കുന്ന വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആ ഭാഗത്തേക്ക് പോലീസുകാർ കൊണ്ടുവരുന്നത്. വിദ്യ ഈ പറയുന്ന രാജേഷ് കുമാറിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. ഇയാൾ തന്നെയാണ് ആ ദിവസം അവിടെ ഉണ്ടായിരുന്നതെന്ന് വിദ്യ പറഞ്ഞു. ഇതിനുശേഷം പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൻ്റെ രീതി എല്ലാം തന്നെ മാറി. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം രാജേഷ് പോലീസിനോട് തുറന്നു പറഞ്ഞു. കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള രാജേഷ് കുമാറിന് 2 ഭാര്യയാണുള്ളത്. ആദ്യത്തെ ഭാര്യയിൽ ഇയാൾക്കൊരു മകനുണ്ട്. ഈ പറയുന്ന ആദ്യ ഭാര്യയുടെ സഹോദരിയെ തന്നെയാണ് ഇയാൾ രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഭാര്യയിലും രാജേഷിന് ഒരു കുഞ്ഞുണ്ട്. ചെറിയ ചെറിയ ജോലികളെല്ലാം തന്നെ ചെയ്തിട്ടാണ് അയാൾ ജീവിച്ചു വന്നത്. ഇങ്ങനെ വരുന്ന സമയത്താണ് അയാൾ ഒരാളുടെ കയ്യിൽ നിന്നും ഓട്ടോ വാടകയ്ക്ക് എടുത്തിട്ട് അയാൾക്ക് ഓരോ ദിവസം റെൻറ്റ് ചെറിയ രീതിയിൽ കൊടുക്കില്ലേ, ഇങ്ങനെ കൊടുത്ത് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെയാണ് ഇയാൾ ഓട്ടോ ഡ്രൈവർ ആവുന്നത്. സംഭവം നടന്ന ആ ദിവസം ഒരു ഓട്ടം വന്നതാണ് രാജേഷ്. ആര്യയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ഏരിയയിലേക്കാണ് ഓട്ടം വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ 2 പേരെ ഇറക്കി വിട്ട ശേഷം തിരികെ ആര്യയുടെ വീടിൻ്റെ മുന്നിലൂടെ തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്കും പോയിട്ട് നേരെ നാട്ടിലേക്ക് എത്താമെന്ന രീതിയിലാണ് രാജേഷ് പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാജേഷിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഈ പറയുന്ന ഒരു ചാല് പോലുള്ളൊരു ഭാഗത്തിൽ കുടുങ്ങുന്നത്. വണ്ടിയുടെ ടയർ ഇത്തരത്തിൽ കുടുങ്ങിയപ്പോൾ രാജേഷ് ആ ടയർ എടുക്കാനായിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ ഒറ്റയ്ക്ക് അതിന് കഴിയുന്നില്ല. ഈ സമയത്താണ് ആര്യ വീട്ടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വരുന്നത്. ഉടനെ തന്നെ രാജേഷ് ആര്യയോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്ക് കുറച്ച് വെള്ളം ഒന്ന് തരാമോ എന്നെല്ലാം തന്നെ ചോദിക്കുകയാണ്. ആര്യ കുറച്ച് വെള്ളം വീട്ടിനുള്ളിൽ നിന്നും കുടിക്കാനായിട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ രാജേഷിനെ സഹായിക്കാനും തുടങ്ങി. ഇതേ സമയത്താണ് ഈ പറയുന്ന +1 വിദ്യാർത്ഥിയും ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോകുന്നത്. ഈ നടന്നു പോകുന്ന കുട്ടിയോടും രാജേഷ് സഹായിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. കാരണം ഈ പറയുന്ന ടയർ നല്ല രീതിയിൽ പിടിച്ച് പൊക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഈ 2 പെൺകുട്ടികൾ ഓട്ടോയുടെ ടയർ വെളിയിലേക്ക് എടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജേഷ് ആര്യയുടെ കഴുത്തിലുള്ള ആ ഒരു സ്വർണ്ണമാല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ടയർ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന +1 വിദ്യാർത്ഥി നടന്നു പോയി. ശേഷം ഞാൻ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആര്യ തിരികെ തൻ്റെ വീട്ടിലേക്കും പോയി. എന്നാൽ ഇതേ സമയത്ത് രാജേഷ് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചും മറ്റെന്തോ കാര്യങ്ങൾ നേരാക്കുന്നത് പോലെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. എന്നിട്ട് വീണ്ടും വെള്ളം വേണമെന്ന ആവശ്യം പറഞ്ഞുകൊണ്ട് ആര്യയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് വീട്ടിന് വെളിയിൽ നിന്നുകൊണ്ട് ആര്യയോട് വീണ്ടും വെള്ളം എടുത്ത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ആര്യ വെള്ളം കുടിക്കാനായിട്ട് വീണ്ടും കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് രാജേഷിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ആര്യയുടെ വീട്ടിൽ വേറെ ആരുമില്ല, ആര്യ തനിച്ചാണുള്ളത് എന്ന്. തുടർന്ന് രാജേഷ് വെള്ളം കുടിച്ചു കഴിഞ്ഞ ആ ഗ്ലാസ്സില്ലേ അത് അടുക്കളയിലേക്ക് കൊണ്ട് വെക്കാനായിട്ട് ആര്യ വീട്ടിനുള്ളിലേക്ക് നടന്നപ്പോൾ ഇതേ സമയത്ത് രാജേഷും ആ വീട്ടിനുള്ളിലേക്ക് കയറി, ആര്യ അറിയാതെ. ഗ്ലാസ് അടുക്കളയിൽ വെച്ച് തിരികെ വീടിൻ്റെ മുൻവശത്തേക്ക് വരാനായിട്ട് തിരിഞ്ഞപ്പോൾ ആര്യയുടെ മുന്നിലായിട്ട് രാജേഷ് നിന്നു. പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആര്യ വല്ലാതെ അങ്ങ് പേടിച്ചു. അവർ വല്ലാതെ നിലവിളിക്കാനായി തുടങ്ങി. ആര്യ ഇനിയും ശബ്ദം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് രാജേഷ് ഉടനെ തന്നെ ആര്യയുടെ വായ നല്ല രീതിയിൽ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് ആര്യയെ ശാരീരികമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. ഒരുപാട് തവണ. രാജേഷ് തൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ തീർത്ത ശേഷം തിരികെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ആര്യ വീണ്ടും നിലവിളിച്ച് കരയുന്നത്. ഇതെന്തായാലും നിർത്തണമെന്ന് തീരുമാനിച്ച് അവൻ അവിടെ തന്നെയുള്ള ഒരു ഷാൾ ഉപയോഗിച്ച് ആര്യയുടെ കഴുത്ത് നല്ല രീതിയിൽ വരിഞ്ഞു മുറുക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ രാജേഷ് കൊലപ്പെടുത്തി. ആര്യ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ആര്യയുടെ കഴുത്തിലെയും വിരലിലെയും ആഭരണമെല്ലാം തന്നെ അയാൾ ഊരിയെടുക്കുകയും ചെയ്തു. ഈ സംഭവം നടക്കുമ്പോഴെല്ലാം തന്നെ ആര്യയ്ക്ക് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ നിലവിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ആര്യയുടെ നിലവിളി ശബ്ദമാണ് ഒരു വീട്ടിലേക്ക് വിരുന്ന് വന്ന ഒരു 10ാം ക്ലാസ് പയ്യൻ എന്ന് പറഞ്ഞില്ലേ, അവൻ കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവരാ കരച്ചിൽ കാര്യമാക്കി എടുത്തിരുന്നെങ്കിൽ ആര്യ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് രാജേഷ് അവിടെ നിന്നും കടന്നു കളഞ്ഞു. ശേഷം ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ സ്വർണം പണയം വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഇവൻ പണയം വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പണവും കൈപ്പറ്റിയിട്ടുണ്ട്. പോലീസുകാർ അവൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ തിരികെ എടുത്തിട്ട് ആര്യയുടെ അമ്മയെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതെൻ്റെ മകളുടെ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണെന്ന്. അതുമാത്രമല്ലാതെ ആര്യയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു DNA ഇല്ലേ, അത് രാജേഷിൻ്റെ DNAയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം പോലീസുകാർ രാജേഷിനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും തയ്യാറാക്കി. തെളിവുകളെല്ലാം തന്നെ രാജേഷിനെതിരായത് കൊണ്ടും ഈ പറയുന്ന തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ തെളിയിക്കാൻ പറ്റിയത് കൊണ്ടും ഈ സംഭവം നടന്ന് 10 മാസങ്ങൾക്ക് ശേഷം രാജേഷിനെതിരായിട്ടുള്ള വിധി വന്നു.
മരണശിക്ഷയാണ് കോടതി രാജേഷിന് വിധിച്ചത്. രാജേഷിന് മരണശിക്ഷയാണല്ലോ കോടതി വിധിച്ചത് എന്ന് വെച്ച് സമാധാനപ്പെടാറായിട്ടില്ല. വിധിയെ തുടർന്ന് രാജേഷ് മേൽക്കോടതിയായിട്ടുള്ള ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി. തൻ്റെ ഈ പറയുന്ന മരണശിക്ഷ ജീവപര്യന്തമാക്കിയിട്ട് കുറയ്ക്കണമെന്നായിരുന്നു അപ്പീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കോടതി രാജേഷിന് ഇരട്ട ജീവപര്യന്തമാണ് കൊടുത്തത്, അതും പരോൾ അനുവദിക്കാത്തത്. അങ്ങനെ മരണശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. പക്ഷേ കാര്യങ്ങൾ വീണ്ടും അവിടെ കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2020 കൊറോണ വന്നില്ലേ, ആ സമയത്ത് കൊറോണയുടെ ആ ഒരു കാരണം പറഞ്ഞിട്ട് ജയിലിൽ നല്ല നടപ്പുള്ള കുറ്റവാളികൾക്കെല്ലാം തന്നെ ജാമ്യം കൊടുക്കാം എന്ന രീതിയിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് രാജേഷിന് അത് ബാധകമായിരുന്നില്ല. കാരണം ജാമ്യമില്ലാത്ത ജീവപര്യന്തമാണല്ലോ ശിക്ഷയായിട്ട് രാജേഷിന് വിധിച്ചത്. പക്ഷേ അവൻ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സെൻട്രൽ ജയിലിൽ 800 പ്രതികളെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ സമയത്ത് 1600-ൽ കൂടുതൽ പ്രതികൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 800 പേരെ മാറ്റി നിർത്താനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജേഷിനെയും അവിടെ നിന്നും എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന റബ്ബർ എസ്റ്റേറ്റിൽ കുറച്ച് നാൾ പണിയെടുക്കുക, ഒരു ദിവസം 250 രൂപ ഇവർക്ക് കൂലി എന്ന രീതിയിൽ കിട്ടും. ഇങ്ങനെ പണിയെടുത്തിട്ട് ശേഷം ഇവരെ ജയിലിലാക്കുക, ഇതാണ് അവരുടെ ഒരു രീതി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പറയുന്ന എസ്റ്റേറ്റിൽ വെച്ചിട്ട് രാജേഷ് മറ്റൊരു കുറ്റവാളിയോടൊപ്പം ജയിലിൽ ചാടുന്നു. രാജേഷിൻ്റെ കൂടെ ജയിൽ ചാടിയ കുറ്റവാളിയെ പോലീസുകാർ പെട്ടെന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാജേഷിനെ പിടിക്കാനായിട്ട് പോലീസുകാർക്ക് കഴിഞ്ഞില്ല. അവസാനം 2022-ൽ ഉടുപ്പിയിൽ വെച്ച് ഒരു സിം കാർഡ് മേടിക്കുന്ന സമയത്താണ് രാജേഷിനെ പോലീസുകാർ പിടിക്കുന്നത്. ആ സാഹചര്യത്തെ രാജേഷിൻ്റെ സെറ്റപ്പ് മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്ത് രാജേഷ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ഈ പറയുന്ന സ്ത്രീയെ പ്രഗ്നൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു രാജേഷ്. എന്തായാലും ഇപ്പോൾ രാജേഷ് ജയിലിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാജേഷിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.